ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോലാപ്പൂരി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ വെക്കുന്ന ചിക്കൻ കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണിതിന്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ചിക്കൻ കറിക്ക് വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കനാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ എടുക്കുക. തേങ്ങ തിരികിയത് ഒരു നോൺ സ്റ്റിക്ക് പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കളർ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 3-4 ഏലക്ക ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കറുവാപ്പട്ടയുടെ പീസ് ചേർത്ത് കൊടുക്കാം. ജാതിക്കയുടെ ചെറിയൊരു പീസ് ചേർത്ത് കൊടുക്കാം. ഒരു ബ്ലാക്ക് കാർഡമം ചേർത്ത് കൊടുക്കാം. ഒരു ജാതിപത്രിയുടെ ചെറിയൊരു പീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയുടെ കളർ നല്ലതുപോലെ മാറി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സെസമി സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്ത എള്ളാണിത്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ സമയത്ത് തന്നെ വെള്ള കസ്കസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി ആ സെയിം പാനിൽ തന്നെ 8 മുതൽ 10 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മല്ലി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലിയുടെ കളർ മാറി വരുന്നത് പോലെ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഉലുവയും കൂടെ ചേർത്ത് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത എല്ലാ സ്പൈസസിനെയും ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചാണ് എടുക്കുന്നത്. മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ കടായി ചൂടാക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ സവാള വഴറ്റിയെടുക്കണം. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി വെന്ത് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ മസാലയിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയും ചിക്കനും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം ഉപ്പ് ചേർക്കരുത്, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് ഇതിനെ കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോലാപ്പൂരി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് റൊട്ടിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. If you like this video, please subscribe. Thank you for watching. Bye.